അമ്മ, ഇഷാനി, ഹൻസു എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവർ മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു, എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഊമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനെ ഓക്കെ, അപ്പൊ ഈ ഒരു വ്ളോഗ് എല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ വെക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കിടക്കാം. അതിനു മുമ്പ് എന്താ ഒരു മെസ്സേജ് വന്നു, ഒന്നല്ല 2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഇല്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ മനുഷ്യനല്ലേ, ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണാം, അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഓട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓക്കെയാണ്, ഞാൻ സ്ട്രോങ് ആണ്. ഓക്കെ, എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടുള്ള മറുപടിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി, എനിക്കറിയത്തില്ല, നിങ്ങൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ചേച്ചി അനീതിമാരൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ദിയ കൃഷ്ണ. അപ്പോഴാണ് ഒറ്റയടിക്ക് നമ്മുടെ അൻസു തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. 2 മാസം മുമ്പ് ഒരു സബ്സ്ക്രിപ്ഷൻ വിഷയം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ലെവലിലോട്ട് അങ്ങ് പോയി. ഇവരെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച ഓളം അതിനേക്കാൾ മേളിലോട്ട് പോയി. ദേ കിടക്കുന്ന മൂത്ത ചേച്ചിക്ക് ഇത് പഠിക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സ്റ്റാർ അല്ലേ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നൊരു വ്യക്തി. പുള്ളിക്കാരെ ഇങ്ങോട്ട് എടി വസന്തേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ വക ഒരു ഐറ്റം അങ്ങോട്ട് കാറ്റി ഇവരെല്ലാവരെയും തോപ്പിച്ച് ഒറ്റയടിക്ക് ഈ പറയുന്ന ആര് കയറി, നമ്മുടെ അഹാന കയറി. അഹാന അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു. ആഹാ, ഇവിടുത്തെ സത്യം പറഞ്ഞ ട്രോളിൻ്റെ സ്റ്റാർ ആരാ? ദിയ കൃഷ്ണ. വീട്ടിൽ പോകും, ദേ കിടക്കുന്ന അടുത്ത സാധനമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ ആലോചിക്കുക, നിങ്ങളുടെ ഈ മത്സരം എന്ന് തീരും അറിയുമ്പോഴത്തോണ്ട് ചോദിക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങൾക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാം, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും പറയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ വീട്ടിലേക്ക് അല്ലെങ്കിൽ കടയിൽ പോകുമോ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. നിങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ എല്ലാവരും വരും, വീട്ടിൽ വരും, കുഞ്ഞിനെ എടുക്കും, ഉമ്മ കൊടുക്കും, എന്നിട്ട് അവരെല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകും. നിങ്ങൾ വീട്ടമ്മമാരാണ് കേട്ടോ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുമൊക്കെ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തുക, ഹൈപ്പും കൂടെ കൊടുത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് 2-3 കമൻറ്റ് ഒന്ന് വായിക്കാം. ദിയ വിവരക്കേട് പറയാതെ കുറേ ആയി കേട്ടുകൊണ്ടിരിക്കുന്നു. അയ്യോ പോയോ? ഓക്കെ, എവിടെ പോയി? മാറി പോകുന്നു. ഒന്നാമത് തന്നെ ടച്ചിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. ഞങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ട്, ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്, ആരും കുഞ്ഞിനെ എടുത്തു തരാതിരുന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ നിൻ്റെ ഇഷ്ടം, ബട്ട് എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് ലോജിക്കായിട്ട് പറ എന്നുള്ള രീതിയിലാണ്. അത് ആൾക്കാർക്ക് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ട് വന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട്, നിങ്ങളുടെ റെമ്പൂട്ടാൻ്റെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ശരിക്കും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വന്നിട്ട് അവർ അതുപോലെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ അത്ര ഇഷ്ടപ്പെട്ട്, നിങ്ങൾ അത്ര അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സബ്സ്ക്രൈബർ. അവർക്ക് എന്താ പറയണ്ടേ, ചില കാര്യങ്ങൾ ഉള്ളിക്കൊള്ളുന്നതാണ് വന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇടുന്നത്. ഓക്കെ, ഇനി അടുത്ത കമൻറ്റ് അശ്വിൻ്റെ ഞാനിവിടെ വായിക്കുന്നില്ല. നിങ്ങൾ പിള്ളേരെ പിടുത്തക്കാരെയാണോ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? സത്യമല്ലേ അവർ ചോദിക്കുന്നത്? വല്ലതും പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ വല്ലതാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്? എന്താ കൊച്ചിനെ കൊണ്ട് പോവും, തിരിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്, കഷ്ടം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഒരാൾ കമൻറ്റ് ഇട്ടത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം. നിങ്ങൾക്ക് ബെല്ലില്ല ബ്രേക്കില്ല എന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങളുടെ പഴയ വോയിസ് ആണ് വരുന്നത്. നിങ്ങളുടെ ഹോളിമേരിയോ അങ്ങോട്ട് സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൗന്ദര്യത്തിനെ വെച്ച് കളിയാക്കുക, അതൊക്കെ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ അശ്വിൻ്റെ അമ്മയ്ക്ക് അന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഏത് രീതിയിലോട്ടാണ് പോയെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. ഇത് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമിലി പുറയിൽ നിന്ന് കുത്തുന്നുണ്ടെന്നുള്ള രീതിയിൽ ഈ ഇടയ്ക്ക് പുള്ളിക്കാരുടെ കുറച്ച് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഫാമിലിയുള്ള ആൾക്കാരാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് തോന്നുന്നത് അശ്വിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ഒരാളെ പോലും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്താ പറയണ്ടേ, കൃഷ്ണകുമാറിൻ്റെ ഫാമിലി നടത്തിയല്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇവർ വേണമെങ്കിൽ സെപ്പറേറ്റഡ് നടത്തട്ടെ, അങ്ങനെ ആവാം എന്തോ. പക്ഷെ അവരെ കൂടെ വിളിക്കാനാണ് കൊച്ചിൻ്റെ അച്ഛൻ ആരാ? അശ്വിനല്ലേ? അയ്യോ, ഇനി വേറെ രീതിയിലൊന്നും എടുക്കില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അശ്വിനാണ്. അപ്പോൾ ആ അച്ഛനും അമ്മമാരെയൊക്കെ വിളിക്കണം. കാരണം അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവരുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവരെയാണ് വിളിക്കേണ്ടത് ആദ്യം. എത്ര ശത്രുക്കളാണെങ്കിലും ശരി, എത്ര ഇതാണെങ്കിലും ശരി, അവരെ വിളിക്കേണ്ട ഒരു മര്യാദയുണ്ട്, അല്ലെങ്കിൽ അവരെ പോയി കാണേണ്ട ഒരു മര്യാദയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം, നീ ഞങ്ങൾ കൊണ്ട് കാണിച്ചോ, ഞങ്ങൾ കാണിച്ചില്ലയോ, നീയൊക്കെ കണ്ടോടാന്ന് ചോദിക്കാം. അല്ല, ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും.
ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോവാം. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു വിഷയം ഉണ്ടല്ലോ, ഈ പറയുന്ന അമ്മയായിട്ട് കാണാൻ പറ്റത്തില്ല, അശ്വിൻ്റെ അമ്മയായിട്ട് കാണാൻ പറ്റത്തില്ല, അതിനുശേഷം തോന്നുന്നു കൂടുതലും വള്ളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊന്നും കൂടുതൽ മിണ്ടുവോ അടുക്കുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും ചേച്ചിയുടെ ഒരു വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം. അഭിപ്രായങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കണേ. വെൽക്കം ബാക്ക് ടു ഓസി ടോക്കീസ്. ഒരു ഗ്രാൻഡ് വെൽക്കം ആണ്, കാരണം കുറച്ച് നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് ഞാനും കുറച്ച് തിരക്കും ഉപയോഗിച്ചിയുടെ മാർക്കറ്റിങ്ങും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ടേക്ക് എ വ്ളോഗ്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തായാലും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ഷോർട്സിന്റെ ഒക്കെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു, പ്ലീസ് ലൈക്ക് വ്ളോഗ് ഇട്ട് തുടങ്ങിക്കോളൂ, കുറെ നാളായില്ലേ അതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ മലേഷ്യ വന്നിട്ട് എടുക്കാന്ന് വെച്ചിരിക്കുകയായിരുന്നു. യെസ്, ഞാനിപ്പോൾ മലേഷ്യയിലാണ് വന്നിരിക്കുന്നത്. വേറെ ആരും വഴിയല്ല, ബഡ്ജറ്റ് ഹോളിഡേസ് വഴിയാണ്. അത് ഞാൻ പറയാതെ തന്നെ മിക്കവാറും കുറെ പേര് ഗസ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ ആരും ഒന്നും ഗസ് ചെയ്തിട്ടില്ല, സ്ഥിരം കാണുന്ന ഒരു വ്യക്തികളായതുകൊണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളതിപ്പോൾ പ്രൊമോട്ട് ചെയ്യുക, ഇപ്പോൾ ഇത് പൊട്ടനെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതാണ്, നിങ്ങളെപ്പോൾ ഒരാളൊരു വ്ളോഗിൽ നിന്ന് അവരുടെ പേരും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അവർക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതലൊരു ബെനിഫിറ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, മേഡം പറ. ഞാൻ ആക്ച്വലി മോൾദീവ്സിൽ മെയില് ബഡ്ജറ്റ് ഹോളിഡേസ് വഴി പോയപ്പോൾ നമ്മളവിടെ ചെന്നിറങ്ങിയപ്പോൾ മേ ബി ഇത് അന്ന് അവിടെ വെച്ച് എന്നെ കണ്ടവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ അവിടെ ചെന്നിറങ്ങി 2-3 പേര് മലയാളികളെ പരിചയപ്പെട്ടു. റാൻഡംലി അവര് സംസാരിച്ചാണ് ഞാൻ. അപ്പൊ അവരെല്ലാവരും പറഞ്ഞത് അവരെല്ലാവരും ബഡ്ജറ്റ് ഹോളിഡേസ് വഴി വന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് ബഡ്ജറ്റ് ഹോളിഡേസ് വഴി വേറെ ആരും അവിടെ വന്നു എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ അതായത് മെജോറിറ്റി നമ്മൾ കണ്ട മലയാളികളൊക്കെ ബഡ്ജറ്റ് ഹോളിഡേസ് വഴിയാണ് വന്നത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ട്രസ്റ്റിംഗ് ബഡ്ജറ്റ് ഹോളിഡേസ്. കാരണം ഞാൻ ഇവരോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഐ തിങ്ക് 3 years ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവരോട് പോകുന്ന അശ്വിന്റെ കൂടെയാണ്. അതും മോൾദീവ്സില് വെഡിങ്ങിനൊക്കെ ഒരു വർഷം മുന്നേ 2023 ഞാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ടൈം പോയപ്പോഴേ എനിക്ക് ഇവരുടെ കൂടെ ഉള്ളൊരു കംഫർട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീണ്ടും ഇവരുടെ പിന്നെ ഞാൻ അതിനുശേഷം എന്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുത്തു. ഒരുവിധം ഇങ്ങനെ 1-2 ബ്രാൻഡ്സ് എനിക്ക് ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഞാൻ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അവർ കൂടെ അത് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പിന്നെ അമ്മു ഇവരോട് വർക്ക് ചെയ്തു, ഫോളോഡ് ബൈ അമ്മ, ഇഷാനി, ഹൻസു, എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവർ മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു, എന്റെ വ്ളോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഊമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞ ഓർത്തിരിക്കാൻ അവനത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. അത് നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് പാർട്ടീസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. ആശീർവാദങ്ങൾ. ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ആദ്യ കുഞ്ഞിൻ്റെ ആദ്യ പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലല്ല. നാളെ ഒരു കാലത്ത് അവൻ്റെ ആദ്യ പിറന്നാളിൻ്റെ ഫോട്ടോസും എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിരിക്കും. ആ സമയത്ത് അമ്മൂമ്മ, അപ്പൂപ്പൻ, ഈ പറയുന്ന അച്ഛൻ്റെ വീട്ടുകാർ, മുത്തശ്ശി, ഇവരെല്ലാവരും ഇരിക്കുന്ന അവനും ആഗ്രഹിക്കും. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ അവനെ ഇഷ്ടപ്പെടുന്നതോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു സമയത്ത് ചിലപ്പോൾ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ അവൻ്റെ ആൽബം കാണണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ആ പടം അമ്മ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു, അച്ഛൻ വീട്ടുകാരില്ല എന്നുള്ളൊരു ചിന്ത അവന് തോന്നിയെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചുമ്മാ ഇരുന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അവൻ്റെ മനസ്സിലൊരു ചെറിയൊരു ഇത് വീണാലോ? പറയുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. എൻ്റെ അഭിപ്രായം പറയുന്നത് പലർക്കും പല ഇതായിരിക്കും. നീ കൂടുതലായിട്ട് കുത്തി ചിന്തിക്കുമൊന്നും വേണ്ട. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് വരാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുന്ന വ്യൂവേഴ്സിനാണെന്ന് ചോദിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇടാം. മനുഷ്യൻ്റെ കാര്യമാണോ, ആർക്കും ആരുടെയും മനസ്സിളക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റൂല. ഉള്ള കാര്യം തുറന്നു പറയല്ല. മേഡം വന്നിട്ട് വലിയ രീതിയിൽ ഇവർ സത്യം പറയാലോ, ഇവർക്ക് എന്തും മെസ്സേജാണ് സോഷ്യൽ മീഡിയ കൊടുക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ ഇവരെ ഇത്ര പേര് ഇഷ്ടപ്പെടുന്നു? ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ താഴെയുള്ള കുറേ എണ്ണം അടിപൊളി വ്ളോഗ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാൻ പറ്റില്ല ഇവരെന്ത് മെസ്സേജാണ് ഈ നാട്ടിലേക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറേ ഉപദേശമായിട്ടുള്ള രീതി കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അത്ര ഫ്ലോപ്പായിട്ട് വരുവാണ്. വന്ന വഴി മറക്കരുത്. എനിക്ക് തോന്നുന്നത് കൃഷ്ണകുമാർ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ മക്കൾക്ക് ഒരു കുറവ് പോലും അദ്ദേഹം വരുന്നത്. ഫ്രീഡം കൊടുത്തേക്കുന്നത്.
ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയും, കൃഷ്ണകുമാറിൻ്റെ നിന്ന് കിട്ടിയതല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ നിന്ന് കിട്ടിയതാണെന്നുള്ള രീതിയിലാണ്. കാരണം സ്വന്തം അമ്മയാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അതും ആരോ ഒരാൾ മെസ്സേജ് അയക്കുന്നു, ആ വ്യക്തിയുടെ അടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. വീട്ടിലെ അച്ഛൻ അമ്മൂമ്മ തല്ലുന്നത്, അമ്മൂമ്മ അച്ഛനെ തല്ലുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ മാത്രം. ഈ സോഷ്യൽ മീഡിയയിലെ സ്വന്തം അച്ഛനും അമ്മയും വലിച്ചിടുക, അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ ചെയ്ത ടീംസുകളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനെ പറഞ്ഞു പോയാൽ വേറെ രീതിയിലോട്ട് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല. എനിക്കത്ര ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ. നിങ്ങൾ മത്സരിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൊള്ളാം, ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ. മാറ്റോളും അപ്പൊ തന്നെ ട്രോമറ്റൈസ്ഡ് ആയി പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇത് പുള്ളിക്ക് എന്തിനാ താല്പര്യം ഉള്ളതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ എനിക്കൊരു കഴിഞ്ഞ വീഡിയോ ഒരു മിസ്റ്റേക്ക് പറ്റിയ അർജുന ഈ പറയുന്ന കൂട്ടി ജോലിയുടെ കാര്യം റിസൈൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയല്ല, എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അറിയത്തുള്ളായിരുന്നു. അത് റിസൈൻ ചെയ്ത കാര്യങ്ങൾ ഞാനത് അറിഞ്ഞില്ല, ഉള്ള കാര്യം പറയില്ല. ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അശ്വിനാണെങ്കിൽ പോലും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് ഭയങ്കര നെഗറ്റീവ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആൾ പാവമാണ്, ശുദ്ധനാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് കാണുന്നവർക്ക് മനസ്സിലായും എന്താണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെ ശരിക്കും വിഷമമാവുന്നത് മീനമ്മയാണ്. അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവർ തന്നെയാണ് ഈ പറയുന്നത്. ഇവർ പറഞ്ഞതിന് ശേഷമാണ് അവരുടെ യൂട്യൂബും ഈ പറഞ്ഞ യൂട്യൂബ് പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോയി നിൽക്കുന്നതും ഓരോരോ സ്നാക്സ് ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും അവർ ശരിക്കും അവർ വിഷമിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി അവർ ശരിക്കും കൊതിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് എനിക്ക് റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഏത് സമയത്ത് പറയും, ഒന്ന് പറ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവന് ഏകദേശം ഒരു 7-8 വയസ്സ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നല്ല ഗ്രാൻഡായിട്ട് നല്ല സെറ്റായിട്ട് എല്ലാവരുമായിട്ടും. ആദ്യത്തെ കുഞ്ഞാണ്, അപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലപ്പോൾ അശ്വിൻ്റെ ഫാമിലി എന്താ പറയണ്ടേ, വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ ആ വീട്ടിൽ പോയി വ്ളോഗ് എടുത്ത വ്യക്തിയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവിടെ വ്ളോഗ് കാര്യങ്ങളും എല്ലാം ഇച്ചാറ് മീനമ്മയുടെ ഇതൊക്കെ ചെറിയ സൗകര്യമാണെങ്കിലും നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ്. ഞാനുള്ള കാര്യം പറയാമല്ലോ, സന്തോഷമാണ് വലുത്. സന്തോഷമാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിനുവേണ്ടി നമ്മൾക്ക് ചെറുപ്പമോ വലിപ്പമോ ഒന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ കൊച്ചൻ തന്നെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അത് എല്ലാരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവരാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്ങലൊക്കെയാണ് അവരിഷ്ടം. ഒരു വയസ്സുള്ള കുഞ്ഞ് എന്തോ മൈൻഡ് ചെയ്യാനാ ചട്ടിയും കലവോ പിള്ളേരാണ്, അവർക്ക് അറിയാം. ഇപ്പം ആരാണെങ്കിലും ഞാനാണെങ്കിലും ശരി, ഇതൊക്കെ തന്നെ ഈ പ്രായത്തിൽ നമുക്ക് എന്ത് ആകർഷണം തോന്നുന്നുണ്ടോ അതേ നമ്മൾ കാണിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു ചെറിയൊരു മെസ്സേജാണ് കുട്ടിക്കോ. അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ എന്ത് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടോ കുട്ടികൾ അതിലോട്ടാണ് കൂടുതൽ ആകർഷിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഈ പറയുന്ന കൂട്ട് എന്താ പറയണ്ടേ, ഈ ഫോൺ കാണിച്ച് ആഹാരം കൊടുക്കുവാണെങ്കിൽ പിന്നെ അവൻ എന്നും അത് കണ്ടുകൊണ്ടേ അവൻ ആഹാരം കഴിക്കൂ. പക്ഷെ ആ സ്ഥാനത്ത് ഒരു ബുക്കാണെങ്കിലോ, ആ സ്ഥാനത്ത് എൻ്റെ കൈ ബുക്ക് മാത്രം ഇരിക്കണമെങ്കിൽ അവൻ അതിലോട്ടേ പോകത്തുള്ളൂ. കാരണം ഞാനൊരു കാര്യം പറയാം, മക്കളുടെ മുമ്പ് വെച്ച് ഈ ഫോണോ കാര്യങ്ങളോ ഒക്കെ പരമാവധി യൂസ് ചെയ്യാതിരിക്കുക. കുഞ്ഞു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകുമ്പം ഈ പറയുന്ന കൂട്ട് പൊക്കിമാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് നോക്കും, നമ്മളിരുന്ന് പടം കാണും. അവർക്ക് അത് തന്നെ വളർന്നതോറും അത് തന്നെ അവർക്ക് കണ്ടുകൊണ്ടിരിക്കാനേ തോന്നത്തുള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങളൊന്നൊരു ബുക്കോ ആരെങ്കിലും ഇപ്പം കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ കുട്ടികളാവാൻ പോകുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും, ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കുഞ്ഞുങ്ങളുടെ മുമ്പ് വെച്ച് ഫോണോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ ഈ പറയുന്ന ബുക്കും കാര്യങ്ങളായിട്ട് വെക്കുകയാണെങ്കിൽ അവർ ഇതുപോലുള്ള കാര്യത്തിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതൊന്നും ആരോട് പറയാൻ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. എൻ്റെ ഒരു ചേട്ടച്ചാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ്, അത് എന്നോട് ഷെയർ ചെയ്തു, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അത് ആർക്കും വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിന്റെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം, അവസാനം ഫ്ലാറ്റിൽ എടുത്ത് പൊടി പിടിക്കും, അവസാനം അത് വേറെ ആരെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബജറ്റ് ഹോളിഡേസ് അപ്പം തന്നെ മെസ്സേജു നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞു കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് പോകും. തെറ്റായിട്ടുള്ളൊരു ഓക്കെ, നിങ്ങളുടെ അനുഭവമായിരിക്കും, നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലാകാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ രീതി പറയുന്നത്. ഇപ്പം ദിയയുടെ രീതി പറയാം. കാരണം ദിയ നല്ല നല്ല സുഖവും സന്തോഷവും ഒക്കെ മാത്രം കണ്ടു വളർന്നൊരു വ്യക്തിയാണ്. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു ടൈപ്പ് സാധനമാണ്. പക്ഷെ ബുദ്ധിമുട്ട് മനസ്സിലായവർക്ക് അത് മനസ്സിലാവും.
നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയ ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു, അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പുള്ളിയുടെ ഈ ഒരു സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം അവന്റെ ഇഷ്ടത്തിന് അവിടെ പോകുന്നു, ഇവിടെ വീഴുന്നു, പാല് പിടിക്കാൻ തോന്നുന്നു, പാല് പിടിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വലിയൊരു ചെറുക്കന്റെ കാര്യം സംസാരിക്കുന്ന പോലെയാണ് ഈ പറയുന്നത്. ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് പുള്ളി ഇത്ര വിവരമിച്ച് സംസാരിക്കുന്നത് തന്നെ. അപ്പൊ ചിന്തിക്കുക, എന്താ പറയണ്ടേ? ഈ പറയുന്ന ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നിൽക്കണം ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് നിങ്ങളുടെ ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ദിയാണ് ശരി, അഹാനയാണ് ശരി, അല്ലെങ്കിൽ അൻസു ആണ് ശരി, ഇതാണ് ശരി എന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തോ പറയാനാ. ഇപ്പൊ തന്നെ ഞാൻ പൊതുവെ ഹോട്ടൽ റൂംസിൽ വരെ പിന്നെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ തറയിൽ ഇറക്കി വിട്ടേ, കാരണം അതിന് ഇഷ്ടമാണ്, അത് ചെയ്യട്ടെ എന്ന് വെച്ചാൽ വിട്ടേക്കോ. മനസ്സിലായി. അല്ലാതെ വ്ലോഗ് എടുക്കാൻ വേണ്ടിയല്ല. ഓക്കെ, ഞാൻ വിടത്തില്ല. എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വരുന്നവരെല്ലാം എന്താ കമന്റിൽ ഇട്ട ചേച്ചി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നിങ്ങൾ എന്താ കൊച്ചിനെ ആരെങ്കിലും പിച്ചക്കാരെ വല്ലതും തട്ടിക്കൊണ്ട് പോകും? അവർ ചോദിച്ചതിന് ഒരു തെറ്റുമില്ല. പിന്നെ അശ്വിൻ്റെ കമന്റ്സ് ഒക്കെ വന്ന് എളുപ്പമുണ്ടായിരുന്നു. ഡി അല്ല പ്രോബ്ലം, ശരിക്കും അശ്വിനാണ്. അയാളല്ലേ സ്വന്തം ഫാമിലിയെ വേണ്ട എന്ന് വെച്ച് നടക്കുന്നത്. അതിൽ തന്നെ 350 ലൈക്ക് ഉണ്ട്. ഇപ്പം അതൊരു 1K ആയി കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കിടാം, അല്ലാത്തവർക്ക് എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോകാം. ഓക്കെ, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും വരാം. ബൈ.